അല്ലേ? ഹായ് സുഹൃത്തുക്കളെ, ഇപ്പം ഞാനുള്ളത് മൈസൂർ ശ്രീ വേണുഗോപാല സ്വാമി ക്ഷേത്രത്തിലാണ്. ശരിക്കും ഇതൊരു അത്ഭുത ലോകമാണ് കേട്ടോ. ശരിക്കും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവുള്ളൂ. നമ്മൾ മൈസൂർ വരുന്നവർ ഈ ഒരു ക്ഷേത്രം കൂടി സന്ദർശിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് പൂർണ്ണമായിട്ടും കല്ലിൽ മാത്രമാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് കയറിയാലുള്ള കാഴ്ച അതിഗംഭീരമാണ്. പക്ഷേ നമുക്ക് അകത്ത് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി അനുവദനീയമല്ലാത്തതുകൊണ്ട് തന്നെ അകത്തുള്ള കാഴ്ചകളൊന്നും കാണിക്കാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ പുറത്തുള്ള കാഴ്ചകൾ മാത്രമാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. പക്ഷേ പുറത്തുള്ള കാഴ്ച തന്നെ അതിഗംഭീരമായിട്ടുണ്ട്. പൂർണ്ണമായിട്ടും കല്ലിൽ നിർമ്മിച്ചിട്ട് ഇതൊരു ലേക്ക് ക്ഷേത്രം കൂടിയാണ്. അതായത് വലിയൊരു തടാകത്തിൻ്റെ നടുവിലാണ് ഈ ഒരു ക്ഷേത്രം വരുന്നത്. അതിഗംഭീര കാഴ്ചയാണ്. അപ്പോൾ ഇനി മൈസൂർ വരുന്നവർ KRS നമ്മുടെ വൃന്ദാവൻ ഗാർഡൻ സന്ദർശിക്കുന്നവർ അവിടെ നിന്ന് നേരെ വന്നു കഴിഞ്ഞാൽ എത്തുന്ന സ്ഥലമാണ് ഈ വേണുഗോപാല സ്വാമി ക്ഷേത്രം. അപ്പോൾ ഇതും കൂടി നിങ്ങളുടെ യാത്രയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. മൈസൂരിലെ കാവേരി നദിയിലെ കൃഷ്ണരാജസാഗര ഡാമിൻ്റെ വൃഷ്ടിപ്രദേശമായ ഹൊസ്സ കണ്ണമ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു ക്ഷേത്രമാണ് വേണുഗോപാലസ്വാമി ക്ഷേത്രം. 12ാം നൂറ്റാണ്ടിൽ തന്നെ പണി കഴിപ്പിച്ചിട്ടുള്ള ഈ ഒരു ക്ഷേത്രം ഹൊയ്സാല ആർക്കിടെക്ചറിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായി കാണുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. ഇന്നും ഒരുപാട് നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ക്ഷേത്രം അവിടെ എത്തുന്ന സഞ്ചാരികൾക്കും അതുപോലെ തന്നെ വിശ്വാസികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഒരു ഇടമായി മാറിയിരിക്കുന്നു. 3 വശവും കാവേരി നദി ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ഒരു ക്ഷേത്രം കൊത്തുപണികൾ കൊണ്ട് വളരെ മനോഹരമായ ഒരു ക്ഷേത്രമാണ്. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളാണ് ഈ ഒരു ക്ഷേത്രത്തിലുള്ളത്. ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് നമുക്ക് മൊബൈലോ ക്യാമറയോ ഒന്നും അലൗഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അകത്തുള്ള കാഴ്ചകൾ നമുക്ക് ചിത്രീകരിക്കാൻ പറ്റില്ല. പക്ഷേ പുറത്തുള്ള കാഴ്ചകളും അതുപോലെ തന്നെ അകത്തുള്ള കാഴ്ചകളും അതിഗംഭീരമാണ്. അകത്തേക്ക് നമുക്ക് പ്രവേശനം അനുവദനീയമാണ്. വൈകുന്നേരം 6:30 ഈ ഒരു ക്ഷേത്രം ഇവർ ക്ലോസ് ചെയ്ത് നമ്മളെ അവിടെ നിന്നും തിരിച്ചിറങ്ങണം. 6:30 കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ക്ഷേത്ര പരിസരത്തേക്ക് പോലും നമ്മളെ കയറ്റി വിടില്ല. പൂർണ്ണമായും വെള്ളത്തിൽ കിടക്കുന്ന കൊണ്ടാവാം ഇങ്ങനെ ഒരു റിസ്ക് എടുക്കാത്തത്. പക്ഷേ നമ്മളെത്തിയത് വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷം ആയതുകൊണ്ട് തന്നെ നമുക്ക് മനോഹരമായ സൂര്യാസ്തമയത്തിൻ്റെ വ്യൂ കിട്ടിയിട്ടുണ്ട്. അതിമനോഹരമായ കാഴ്ചയാണ് നമുക്ക് അവിടെ എത്തിയിട്ടാകുമ്പോൾ കിട്ടിയത്. അപ്പോൾ ഇനി മൈസൂർ സന്ദർശിക്കുന്നവർ നിങ്ങൾ വൃന്ദാവൻ ഗാർഡൻ അഥവാ KRS സന്ദർശിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഉൾപ്പെടുത്താൻ പറ്റിയ നല്ലൊരു സ്ഥലവും കൂടിയാണ് ഈ ഒരു വേണുഗോപാല സ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത്. വൃന്ദാവൻ ഗാർഡനിൽ നിന്നും കേവലം ഒരു 8 കിലോമീറ്ററിനുള്ളിൽ വരുന്ന ഒരു മനോഹരമായ ഒരു ക്ഷേത്രമാണിത്. കൊത്തുപണികൾ കൊണ്ട് അത്ഭുതം തന്നെ തീർത്ത ഒരു ക്ഷേത്രവും കൂടിയാണ് വേണുഗോപാല സ്വാമി ക്ഷേത്രം. അപ്പോൾ ഇനി മൈസൂർ യാത്ര ചെയ്യുന്നവർ നിങ്ങളുടെ ലിസ്റ്റിൽ ഈ ഒരു ക്ഷേത്രവും കൂടി ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക.